IM വിജയനെ ഈ പ്രായത്തിൽ കാൽപന്ത് കളിയുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയാണോ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ കളിക്കളങ്ങളിലേക്ക് വരിക. Curling in, goalkeeper not being able to control it. Lovely shot that by Vijayan. ഇപ്പോഴും അദ്ദേഹം കളിക്കുന്ന ഫുട്ബോൾ കാണുക. വർഷങ്ങൾക്ക് മുൻപടിച്ച സിസർ കട്ട് ഈ പ്രായത്തിലും വിജയനടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പന്ത് കാലിൽ കിട്ടിയാൽ ഇപ്പോഴും എതിരാളിയുടെ ഗോൾ വല ചലിപ്പിച്ച് അദ്ദേഹം മൈതാനം വിടും. റിട്ടയർമെന്റും പ്രായവുമൊക്കെ അക്കങ്ങളിലും കടലാസുകളിലും മാത്രമാണെന്നും IM വിജയൻ ഇന്നും ഇനി കുറെ കാലവും കാൽപന്ത് കളിയുടെ രാജകുമാരൻ തന്നെയാണെന്നും അപ്പോൾ മനസ്സിലാകും. തൃശൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ മത്സരങ്ങൾക്കിടെ ശീതളപാനീയങ്ങൾ വിറ്റ് നടന്നിരുന്ന വിജയൻ എന്ന പയ്യനിലേക്ക് ഒരു ഫ്ലാഷ് ബാക്ക് കട്ട്. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം നേടിയെടുത്ത സൗഭാഗ്യങ്ങളോ നേട്ടങ്ങളോ അല്ല ഒന്നും. അച്ഛൻ മണി വാഹനാപകടത്തിൽ മരിച്ച ശേഷം ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നുവെന്ന് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്. അമ്മ കൂലിവേലയെടുത്താണ് മക്കളെ വളർത്തിയത്. പഠിപ്പല്ല, പട്ടിണിയുടെ ഫസ്റ്റ് ക്ലാസും ഡിസ്റ്റിങ്ഷനുമായിരുന്നു വിജയന്റെ കാലങ്ങൾ. വയറിലൊന്നും ഉണ്ടാകാറില്ലെങ്കിലും മനസ്സ് നിറയെ പന്തുകളിയായിരുന്നു. തൃശൂർ CMS സ്കൂളിൽ പഠിക്കുമ്പോൾ 5-ൽ 5 തവണ തോറ്റ വിജയൻ പന്തുകളിയിലൂടെ തന്റെ പ്രതിഭ പുറത്തെടുത്തു. ജില്ലാ സംസ്ഥാനതല ഫുട്ബോൾ മത്സരങ്ങളിൽ വരാൻ പോകുന്ന കൊടുങ്കാറ്റിന്റെ ശീൽക്കാരം കളിക്കളത്തിൽ നിറഞ്ഞു. ജോസ് പറമ്പനാണ് തന്റെ കഴിവ് ആദ്യം തിരിച്ചറിഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വിജയനെ ആദ്യമായി 3 വർഷത്തെ ഫുട്ബോൾ ക്യാമ്പിൽ ചേർത്തത് ജോസ് പറമ്പനായിരുന്നു. അന്ന് അദ്ദേഹത്തെ പരിശീലിപ്പിച്ചത് മുൻ അന്താരാഷ്ട്ര താരം TK ചാത്തുണ്ണിയും. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിജയൻ പോലീസിൽ കയറി. അന്ന് അദ്ദേഹത്തിന് വയസ്സ് 17 കഴിഞ്ഞിരുന്നു. തോറ്റ് 8ൽ 17ാം വയസ്സ് പിന്നിട്ടപ്പോൾ കേരള പോലീസിൽ പണി കിട്ടി. 18 തികയാനായി 6 മാസം പോലീസ് ടീമിൽ ഗസ്റ്റ് കളിച്ചു. തികഞ്ഞതോടെ പോലീസ് ടീമിൽ ഔദ്യോഗിക ഇടം പതിച്ചു കിട്ടി. പിന്നെ വിജയന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കേരളം വിട്ട് ടീം മാറി കളിച്ചപ്പോൾ പരിഭവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ആരാധകർ തങ്ങളുടെ വിജയനെ ഹൃദയത്തിൽ നിന്ന് പടിയിറക്കിയില്ല. ഏതൊരു കായിക താരത്തെയും എന്ന പോലെ വിജയനും കരിയറിൽ കയറ്റങ്ങൾ പോലെ തന്നെ ഇറക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഫുട്ബോൾ വിജയങ്ങൾ IM വിജയനെ നിത്യഹരിത നായകനാക്കി. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാവിലെ ഇടയ്ക്കുള്ള ജോഗിങ്ങിനെത്തി വെറുതെ പന്ത് തട്ടാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റും ഇന്നും ആൾക്കൂട്ടം നിറയും. വെറുതെ ഒരു പാസ്സാണെങ്കിൽ പോലും അതിനുമുണ്ട് കാലം മോഹിക്കുന്ന വിജയൻ ടച്ച്. വർഷങ്ങൾക്ക് മുൻപ് സന്തോഷ് ട്രോഫി മത്സരങ്ങൾക്കിടയിൽ കാണികൾക്ക് സോഡ വിറ്റ് നടന്ന ആ പയ്യന്റെ പേരിൽ ഇന്ന് അതേ നഗരത്തിനരികെ ഒരു സ്റ്റേഡിയ സമുച്ചയം ഒരുങ്ങിയിരിക്കുന്നു. അത് കാലം കാത്തുവെച്ച കൗതുകം. വെള്ളിത്തിരയിൽ ശാന്തനായും എതിരാളിയെ വിറപ്പിക്കുന്ന വില്ലനായും വിജയൻ ആരാധകർക്ക് മുൻപിലെത്തി. മലപ്പുറം MSPയിൽ കമാൻഡായ IM വിജയൻ ഈ വരുന്ന ഏപ്രിൽ സർവീസിൽ നിന്ന് വിരമിക്കും. പോലീസ് സേനയിൽ തന്റെ അവസാനത്തെ റിപ്പബ്ലിക് ദിന പരേഡിന് ഒരുങ്ങുമ്പോഴാണ് പത്മ പുരസ്കാരത്തിന്റെ ആഹ്ലാദകരമായ പ്രഖ്യാപന വാർത്ത വിജയനെ തേടിയെത്തിയത്. പത്മശ്രീ പുരസ്കാരം തന്റെ പേരിനൊപ്പം എഴുതി ചേർക്കപ്പെടുമ്പോൾ ഫുട്ബോൾ മൈതാനങ്ങളിലെ ആവേശത്തിന്റെ ഗോൾവലകൾ കുലുക്കിയ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഫുട്ബോൾ മാന്ത്രികനിത് അഭിമാന മുഹൂർത്തം. അതിലേറെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനും അധ്വാനത്തിനും ആത്മസമർപ്പണത്തിനും കാലം കാത്തുവെച്ച ആദരം കൂടിയാവുകയാണ്